ഇന്നിപ്പൊ നീ സാധനം വാങ്ങാനെത്താ ചെയ്യ പൈസക്ക്? എന്തെങ്കിലും പറഞ്ഞു ഉമ്മന്റെ അടുത്ത് പൈസ വാങ്ങണല്ലോ. ഒരു ഐഡിയ ഉണ്ട്. ഉമ്മ, ആ മുത്തോജി പോകാനിറങ്ങിയ? പിന്നെ ഞാൻ പോകാനിറങ്ങ. എനിക്കൊരു 500 റുപ്യ വേണം. അത് ഞങ്ങളെ ക്ലബിന്റെ ഇതുണ്ട്, ആർട്സ് ക്ലബിന്റെ. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളോട് എല്ലാരോടും പൈസ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തരുന്ന ഫീസൊക്കെ എത്താണ് ഈ കാട്ടുന്നത്? ഫീസ് ഏതായാലും നാളെ അടക്കാം. എൻ്റെ അടുത്ത് ഇപ്പൊ കായൊന്നും ഇല്ല. ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഉമ്മ കൊടുക്കാൻ. ആ ടീച്ചറോട് ഞാൻ പറഞ്ഞാണ്ട് നാളൊക്കെ എന്തായാലും തരുന്നുണ്ട്. എന്തെങ്കിലും ഒപ്പിച്ച ഞാൻ. കഷ്ടാണ്, പൈസ ചോദിച്ചാൽ ഉണ്ടാകൂല. നാളെ എന്തായാലും തന്നോണ്ട്. ഈ നേരം വെറുതാൻ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ. തൽക്കാലത്തിന് വിശ്വസിച്ചതോ ഞാൻ പോയിരുന്ന. എത്ര പൈസ ഇതാക്കിയാലും തികയില്ല. അല്ലാ, കറി അടുപ്പത്താ, ഒന്നും കാണുന്നില്ലല്ലോ. സൈനാത്താ, സൈനാത്താ, ആരാ ഇപ്പൊ ദാഹിച്ചോ? ഇതാടി കയറിക്കോ. ഞാൻ കയറുന്നില്ലേ. പിന്നെ തക്കാളി ഇല്ലേ, ഞാൻ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാ കണ്ടത്. വൈകുന്നേരം കാക്ക വന്ന അപ്പൊ തന്നെ ഞാൻ കൊടുന്നേരാ. തക്കാളി വരുമോ? തക്കാളിയോ? അല്ല, എൻ്റെ മകളെ ട്യൂഷനൊന്നും വിടണില്ലേ? ഓളെ ഇനി ട്യൂഷനും ഇതിനൊന്നും വിടാനുള്ള അത്രയും പൈസ നമ്മളടുത്ത് ഇല്ലാണ്. അവളല്ലാതെ തന്നെ സ്കൂളൊക്കെ പോയി കണ്ട് പഠിച്ചുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ പൈസയും കാര്യം നോക്കണില്ല. എൻ്റെ മകളെ വിടുകയാണ്. ഓളാണല്ലോ പഠിച്ചും ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ കരുതി. പിന്നെ പഠിച്ചണോലെ വിട്ടിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ പൈസ ചെലവാക്കിയിട്ടും കാര്യമില്ല. എൻ്റെ മകളൊക്കെ പിന്നെ കുറവല്ലേ മാർക്ക്. ഇടി ചറിഞ്ഞ നമ്മളെ തെക്കേലെ പായസൂന്റെ മകളില്ലേ, ഒരുത്തൻ്റെ ഒപ്പം ഒളിച്ചോടി പോയിക്കണേ. എൻ്റെ മുത്തുവിൻ്റെ ഒക്കെ പ്രായമുള്ളൂ. നിന്റെ മകളെ ഞാൻ വരച്ച വരിന്നോളെ അപ്പുറത്തേക്ക് നീങ്ങൂല. അത്രക്ക് ഇതില്ല ഞാൻ ഓളെ വളർത്തിക്കുന്നത്. എൻ്റെ മകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് നല്ലതാട്ടോ. ഞാൻ നാളെ വരുമ്പോണ്ടോള് ബസ് സ്റ്റാൻഡില് 2 ചെക്കന്മാരെടുത്ത് വർത്താൻ പറഞ്ഞിക്കണേ. ഞാൻ പിന്നെ എന്നോട് പറഞ്ഞില്ല. ഞാൻ വർത്താനത്തിന് പിന്നെ വരാം. ഞാൻ അടുപ്പത്ത് കറി വെച്ചിങ്ങാണ്ടാ പോന്നിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് കിട്ടിയിരുന്നെങ്കില്. എന്നാ ജോലി കൊടുക്ക വന്നോണ്ടി. തക്കാളി വേണ്ട എനിക്ക്? ഇപ്പൊ തരാം. എന്നടി തക്കാളി. എന്നാ ആയിക്കോട്ടെട്ടോ, ഞാൻ പോയിട്ട് വരാം. നേരല്ല. അവളൊരു നെകളിപ്പുണ്ടല്ലേ. മാപ്പിള ഗൾഫിലാണെന്നുള്ളതിന്റെ അഹങ്കാരാണ്. എന്നാലും ഇപ്പൊ ആരോ നാളവിടെ വരുന്ന ഞാൻ കണ്ടിനല്ലേ രാത്രി വണ്ടിയില്. സൈനബാക്കൊന്ന് വിളിച്ചോക്കട്ടെ, ഓളെങ്ങാനും കണ്ടീനാവോ. ഓളെ നകളിക്ക് ഞാൻ നിർത്തി കൊടുക്കാം. അവക്കൊരു കാര്യം പറയണം കൂടി കേക്കാൻ കഴിയുന്നില്ല. ഒരു ഉളുപ്പില്ലാതെ വന്നിക്കണ് തക്കാളിയും ചോദിച്ചെങ്ങാണ്ട്. സൈനബാക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ സൈനബ, പണിയില? അല്ലടി, ചായ കുടിച്ചിരിക്കുക. എന്തേ, എന്താ പ്രത്യേകിച്ച് ഇപ്പൊ വിളിച്ചത്? ഒന്നുമില്ലടി, ഞാൻ വെറുതെ വിളിച്ചതാ. തന്നെ. പിന്നെ ഇജൊരു കാര്യം അറിഞ്ഞ, നമ്മളെ കേക്കേലെ പാത്തുവാത്തന്റെ ബസീറില്ലേ, ഓന്റെ പെണ്ണുങ്ങൾ ചാടി പോയിക്കണല്ലോ. ഏതാ ചോലീത്തെ ബസീറിന്റെ? ആന്ന്. അടിച്ചോനെ, ആരൊപ്പാണോലോ? ഏതോ ഒരു ചെറുക്കൻ്റെ ഒപ്പം നാട്ടിലുള്ള. നല്ല കഥ. നേരത്തെ ഇവിടെ അയച്ചു വന്നീനിട്ടാ. എന്നിട്ടേ ഓളൊരു പത്രാസ് കാണണം. ഞാൻ എൻ്റെ കുട്ടീനെ കോളേജിൽ വിടുന്നതിന് പറഞ്ഞ ട്യൂഷന് വിടണമൊന്നും ഓക്ക് പറ്റിയിട്ടന്നല്ല. അതല്ല, ഞാൻ വിളിച്ചപ്പോ 2 ദിവസം മുമ്പുണ്ടല്ല, ആയിച്ചൂന്റെ വീട്ടില് ഒരു വണ്ടി വരുന്ന കണ്ടീനി രാത്രി. ഞാനത് ശ്രദ്ധിച്ചീനി.
അതന്നെയാണ്. അപ്പൊ ആ രാത്രി വണ്ടി വരുന്നത് ഞാനും കണ്ടിക്കണ്. ഓളെ മാപ്പിള ഗൾഫിലല്ലേ, എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് എന്നും തോന്നുന്നത്. ഞാൻ വിചാരിച്ചത് ഓളെ മകനേക്കാരെന്ന. അത് മകനൊന്നും ആകൂല. മകൻ നട്ടപാതിരാക്കാണല്ലേ വീട്ടില്. അതും ശരിയാലേ. ഞാൻ ഇപ്പൊ 2 ദിവസം മുമ്പ് അതില പോകുമ്പോ ഓളെ മകനുണ്ട്, അലവല ടീമാണ്. അതിന്റെ ഒപ്പം വീടും വലിച്ചെങ്ങാട്ടൊക്കെ കുത്തിരിക്കണ്ടാവിടെ. തന്നെ അതും അല്ലടി, ഇജ്ജൊന്ന് ആലോചിച്ച് നോക്ക്. പൂളിപ്പത്തിന്റെ വന്നിക്കണറിയാ. നമുക്ക് വർത്താനത്തിനൊന്നും ടൈമില്ല. തക്കാളി കടം ചോദിച്ചെങ്ങാണ്ട് വന്നിക്ക. ഒരു ഉളുപ്പുണ്ടോക്ക്. തന്നെ വല്ല ഗൾഫായിരുത്തിക്കോ? നമ്മള് പിന്നെ ചോദിച്ചുമ്പോ എങ്ങനെയാ കൊടുക്കാക്ക? ഞാൻ കൊടുത്തു. മാപ്പിള വല്ല ഗൾഫിലേറ്റ് ഓക്ക് പൈസ ഇല്ലാരും. എത്തിനാണ് പച്ചാന്നോണ പറയണ. അങ്ങനെയൊക്കെ പറഞ്ഞോള്. വല്ലാത്തൊരു പെണ്ണന്നെ. കരിന്നോണല്ലാതാ നോച്ചി പറയില്ല. അങ്ങനത്തെ ഒരു സാധനം. എനിക്കെന്നാ 2 വർത്താനം അങ്ങോട്ട് പറഞ്ഞൂടേനെ ഓളോട്. ഓളെ ഇവിടുന്ന് പോയപ്പോളെ പത്രാസിച്ച് തീരെ പറ്റിയിട്ടില്ല. ഇജു ഓളോട് അങ്ങനത്തെ വല്ല വർത്താനൊക്കെ പറഞ്ഞാണ്ടിട്ടാ. ഞാനൊന്ന് കാണട്ടെ. ഞാനും ഏതായാലും ഇപ്പാണ് പോയിങ്ങാണ്ട് 2 വർത്താനം പറയുന്നുണ്ട്. ഓളി മകനൊക്കെ ഉള്ള വർത്താനങ്ങൾ. നേരത്തെ ഓളെ മകളെ പറ്റിങ്ങാണ്ട് ഞാൻ പറഞ്ഞു, ഒന്നും ഒക്കെ പിടിച്ചിട്ടില്ല. തന്നെ ഏതാ അവളൊക്കെ മുതലെന്നാ. എടി എനിക്കിത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട്. ഞാൻ പിന്നെ വിളിച്ചട്ടെന്നാ. ആയിക്കോട്ടെടി, ഞാൻ പിന്നെ വിളിച്ച. ഏതായാലും ഓളൊന്ന് പോയി കാണട്ടെ. അല്ല പത്രാസാരത്തി. എന്നാ ആയിക്കോട്ടെ. ശരി എന്നാ. മാപ്പിള ഗൾഫിലാന്ന് പറഞ്ഞ ഒന്നും നടക്കുക. അവളൊന്ന് വിളിച്ചിട്ടാണ് മാറ്റി കൊടുക്ക. ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലട്ടോ, എന്നാലും കണ്ടെന്ന് പറയാ. ഇനി കുറച്ച് ഞാൻ മകനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടാകും. കല്യാണമൊക്കെ മുടങ്ങണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ വാർത്തകളും വേണം. എന്നാൽ തന്നെ നല്ല കുടുംബത്തിനൊന്നും കിട്ടാക്കുള്ളൂ. ഒരു ഗൾഫാരന്റെ പെണ്ണുങ്ങൾ. അയച്ചോ ഇടി, അയച്ചോ? അയച്ചോ? എന്തേ സൈനാത്ത? എന്തേ? ഞാനവിടെ തിരുമ്പാളുള്ളത് കൊണ്ട് പോകേനെ. തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എത്തിനാ വിളിച്ചു? എടേ, ഇജ്ജ് അറിഞ്ഞാ നമ്മളെ ജോലിയിലെ ബഷീറിന്റെ പെണ്ണുങ്ങളെ ഒരുത്തന്റെ ഒപ്പം ചാടിപ്പോയിക്കണല്ലോ. തന്നെ? ഞാൻ അറിഞ്ഞിട്ടില്ലേ നിന്ന. അതാണെങ്കിൽ ഒരു ചെറിയ ചെക്കൻ്റെ ഒപ്പാണല്ലോ പൊയ്ക്കുന്നത്. ഇജ്ജ് എൻ്റെ മകനൊക്കെ ഒന്ന് സൂക്ഷിച്ചത് നല്ലതാട്ടാ. അപ്പൊ അങ്ങനത്തോലൊക്കെ ഒപ്പാണ് ഓരോരുത്തർ ചാടി പോകുന്നത്. പിന്നെ അതുമല്ല, എന്നോട് ഞാൻ പറയണം വിചാരിച്ചേന്. 2 ദിവസം മുമ്പേ എൻ്റെ ചെക്കനുണ്ട് അവിടെ കുറച്ച് അലവലായിട്ടുള്ള ചെക്കന്മാരൊപ്പം ഇങ്ങനെ നിന്ന് വർത്താൻ പറയും, സിഗരറ്റ് അടിച്ച് എത്തൊക്കെയാ ഞാൻ കണ്ടീ നിന്നിട്ട് അവിടെ ബസ് സ്റ്റോപ്പിന്റെ ആ ഭാഗത്ത്. എത്തിന സൈനാത്തങ്ങൾ വേണ്ടാത്ത ഓരോന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയണൊന്നും പറ്റൂലല്ലോ. പിന്നെ എൻ്റെ മകനെ ആ അങ്ങാടിന്ന് KK റോഡ് ഉണ്ടല്ലോ, അതിലെ പോരുമ്പോ ഉണ്ടല്ലോ നമ്മ മുത്തു അവിടെ, അതും കോളേജിന്റെ ടൈമില്. എന്നിട്ട് എന്നോട് വന്ന് പറയേനി, ഓള് എന്നിട്ട് ഏതൊക്കെയോ ചെക്കന്മാരും വരൊക്കെ ഉണ്ട്, ഓലൊക്കെ കൂടെയാണോലോ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് വണ്ടിമേലൊക്കെ കയറി പോയി എന്നൊക്കെ പറഞ്ഞു എന്നോട്. എടി, ഇജ്ജ് വെറുതെ എൻ്റെ മകളെ പറ്റി ഓരോന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ. എൻ്റെ മകളെ ഞാൻ അത്രക്ക് ഇതില്ല ഞാൻ വളർത്തുന്നത്. അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, അതും കോളേജ് കട്ട് ചെയ്ത് പോയോല്ലോ, എന്തൊക്കെയോ ഇജ്ജ് പറയണത്. കാര്യം നോണിച്ചാ, എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ വയ്ക്കുന്നത്? ഞാൻ വരച്ച വരിന്ന് അപ്പുറത്തേക്ക് നീങ്ങാത്ത കുട്ടിയാണ്. ഓളെ പറ്റിയാണോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നോട് ഓളാണ് എന്നെ തർപ്പിച്ച് പറയാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ എത്തും വിചാരിച്ചും കാട്ടൊന്നും ചെയ്യണ്ട തന്നെയായിരുന്നു. എൻ്റെ മാപ്പിളേ ഗൾഫിൽ എത്തിച്ച് ഇവിടെ എത്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നുണ്ടെന്നുള്ള ഞങ്ങൾക്കൊക്കെ നല്ലോണം അറിയും. ഞാൻ സൈനഭാഗത്തേക്ക് 2 ദിവസം മുമ്പും കൂടി കണ്ടിക്കണ് അവിടെ ഒരു വണ്ടി വരുന്നതൊക്കെ രാത്രി. ഒന്നും ഞങ്ങൾ അറിയില്ല വിചാരിച്ചില്ലേ. നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കോളി. ഇന്നലെ ഇപ്പം ഞാൻ സാധനം വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ടാ രാത്രി ഇപ്പം നേരം വൈകി വന്നത്. നല്ല കറക്റ്റ് സമയത്താണ് ഓൻ വീട്ടിലേക്ക് കയറുന്നത്. അതായത് നേരം വൈകിങ്ങാണ്ടൊന്നല്ല. കാര്യം നോച്ചി എൻ്റെ മകളെ പറ്റി ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ടേ. ഉച്ചക്കൊരു അയലൊക്കെ കരുത്തിയ ഇക്കൊല്ലത്ത് പറഞ്ഞുണ്ടാക്കാന്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിങ്ങളോടൊന്ന് ശ്രദ്ധിച്ചാൽ വേണ്ടി പറഞ്ഞതല്ലേ, അല്ലാതെ കുറ്റം പറഞ്ഞതല്ലല്ലോ ഞാന്. വല്ലാത്തൊരു സാധനം തന്നെ.
ഞാനല്ലാതെ എന്നോടൊക്കെ വർത്താനത്തിന് വരുമോ? പറഞ്ഞേ പറ്റിയിട്ടന്നല്ല. നമ്മളെ മക്കളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ നമ്മക്ക് പറ്റപ്പത്. ഓൾത് മാത്രം നല്ലൊരു കുട്ടി, ഉള്ള കാര്യം പറയണൊന്നും പറ്റൂല. അല്ലാത്തൊരു കഥ തന്നെ. എത്ര താത്തയാണിത്? ഞാനല്ലാതെ അതൊക്കെ വിളിച്ചുമ്പോ ഇങ്ങോട്ട് വരുമോ? നാട്ടാരെ മൊത്തം കുറ്റം പറയണം. അല്ലാത്തൊരു എന്റെ പണി വരെ ചെയ്യാൻ മുത്തൂന് എത്ര നേരമായിട്ട് കാണാനില്ലല്ലോ. ഇന്ന് നേരത്തെ വിടുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ആരാ? ടീച്ചറാണല്ലോ വിളിച്ചത്. ഹലോ ടീച്ചറെ. ഹലോ, ഞങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത്. മൂസിനൻ്റെ ഒക്കെ ബാഗ് ചെക്ക് ചെയ്തപ്പോഴേ കുറേ ലഹരി പദാർത്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുമല്ല, മിക്ക ദിവസങ്ങളിലും അവൾ ക്ലാസ്സിൽ വരുന്നില്ല. ഇപ്പം ഫീസ് അടിച്ചിട്ട് തന്നെ 2-3 മാസമായി. ക്ലാസ്സിൽ ഇപ്പം ഏറ്റവും പുറകോട്ടാ. മറ്റു കുട്ടികളെയും കൂടി അവളായിട്ട് കേടെടുത്താണ്. എന്തൊക്കെയാ ടീച്ചറെ നിങ്ങൾ പറയുന്നത്? എന്റെ കുട്ടി അങ്ങനെയൊന്നും കാട്ടൂല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉമ്മ, സ്വന്തം മക്കള്. നിങ്ങൾ എത്രയും പെട്ടെന്ന് കോളേജിലേക്കൊന്ന് വരണം. നിങ്ങൾ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് വേണം ഇവളെ ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ തന്നെ നിർത്തണമെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാൻ. ടീച്ചറെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്റെ കുട്ടി അങ്ങനെയൊന്നും കാട്ടേണ്ടിയില്ലല്ലോ. എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? ആൾക്കാരുടെ മൂലം കേട്ടുപോലെ ഇപ്പോ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് ആവത്. ഇജ്ജ് വേഗം വീട്ടിക്ക് നടന്നടി. എന്തൊരു കഷ്ടാണ്. വീട്ടിലെത്തട്ടെ കാണിച്ചര മനസ്സിന് നാണം കെടുത്താനായിട്ടൊരു മകള്. സൈനാത്തല്ലേ വരുന്നത്? സൈനാത്ത, നിക്കി. എന്താ അയച്ചോ? അല്ല, നിങ്ങളിപ്പോ എവിടെ പോയി വരിക? അത് എനിക്ക് ഏതായാലും ബാങ്ക് പോകാണ്ടേന്. അപ്പൊ ഞാന് മുത്തൂന്റെ കോളേജിൽ പോയി ഓളയും കൂട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നു. സൈനാത്ത, നിങ്ങൾ എന്നോട് ഒത്തും മറിച്ചെക്കാൻ നോക്കണ്ട. എൻ്റെ മകളും ആ സ്കൂളിൽ തന്നെയാ പഠിച്ചണതേ. ഓള് വന്നപ്പോ എന്നോട് കാര്യമൊക്കെ പറഞ്ഞ്. ഓളെ ബാഗിൽ നിന്ന് എത്തൊക്കെയോ പിടിച്ചതും അതിനും വേണ്ടിയിട്ട് നിങ്ങളെ സ്കൂൾക്ക് വിളിപ്പിച്ചതൊക്കെ. ഓള് പോരുമ്പോ നിങ്ങളൊക്കെ അവിടെ പ്രിൻസിപ്പാളിന്റെ റൂമിലുണ്ടേനിന്നൊക്കെ പറഞ്ഞു. എടി ഇജ്ജ് ഇതാരോടും പോയി പറയല്ലേ. ആൾക്കാരറിഞ്ഞ മാനക്കേടാണ്. ഞാൻ ആരോടും പറയാനും കാട്ടാനും നിൽക്കണില്ല. നിങ്ങൾ ഇങ്ങനെ ഈ നാട്ടാരെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴേ സ്വന്തം കുട്ടിക്കാണ് ഈ അവസ്ഥ വന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണ്ടേന്. ഞാൻ എത്ര ഇതില്ല എൻ്റെ കുട്ടീനെ നോക്കിയത് അറിയും. എന്നിട്ട് ആ പെണ്ണ് എന്നോട് കാട്ടിയത് കണ്ടില്ല. ഞാൻ അപ്പോളെ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ മകൻ അവിടെ അവളെ കണ്ടീനിന്നുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ചാനും കാട്ടാനും തോന്നാതെ മകളങ്ങോട്ട് പൊക്കി പറഞ്ഞിക്കല്ലേനാ. ഇപ്പൊ എത്താപ്പ ഞാൻ പറയാൻ എന്നോട് ചെറിയില്ല. ഞാൻ എത്തും പറയാനൊന്നും നിക്കണില്ല. അല്ലാ, മനുഷ്യന്മാരടിയില് മാനം കെടൂലപ്പ ഈ പെണ്ണിനെ കൊണ്ട്. ഞാൻ ചെടി മുത്തുവോ? ആൾക്കാരെ പറയല് കുറച്ച് കൂടുതലേനി സൈനാത്താക്ക്. സ്വന്തം മകക്ക് വന്നപ്പോ ഒത്തും മിണ്ടാനില്ല. ഇങ്ങനൊക്കെ കിട്ടുന്നുള്ളതേ ആദ്യം ആലോചിച്ചണ്ടീൻ. വല്ലാത്തൊരു കഥയാണ്. ഒരു മുത്തുവോ? എന്താണ് ഉമ്മ? ഇജ്ജെത്തടി മനസ്സിലാക്കിയത്? ബാക്കിയുള്ളവനെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിക്ക. ഞാൻ എൻ്റെ കുട്ടിയാറിന് എത്ര ഇതില്ല അറിയാൻ ഞാൻ എല്ലാരോടും പറഞ്ഞു നടക്കല്. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ പൊക്കി നടക്കാന് എപ്പോഴും ഉള്ള വർത്താനാണിത്. ഞാൻ നാട്ടാരോടിയില്ല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങള്. ഞാൻ ഏറ്റവും പറയിപ്പിച്ചാൽ മതി. ഇത്രയും കാട്ടി വെച്ചിട്ട് ഓളെ തൊള്ളാണ്ടില്ലേ? എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോക്ക്? നിക്കണം ഉളുപ്പുണ്ടല്ലോ ഓള്. ഇനി എങ്ങനെ ഞാൻ ആൾക്കാരെ മുഖത്തേക്ക് നോക്കുക? എങ്ങനെ മോലം കെട്ട് മനുഷ്യന്റെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറുമ്പോളേ മറ്റേ ആഴ്ച വന്ന് എന്നോട് ചോദിച്ചാണ്. എന്റെ തൊലിയാണ്ട് ഒഴിഞ്ഞാണ് പോയി.
ഇജിന്റെ അടുത്ത് നീ എണ്ണി കൊണ്ടുപോണ പൈസയൊക്കെ സ്കൂള് ഇജിനോട് എണ്ണി കൊണ്ടുപോകണ പൈസ ഒന്നും കോളേജിൽ കൊടുക്കണില്ലല്ലേ? അവന്റെ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ ആഴ്ചന്റെ മകൻ എന്നെ അവിടെ കണ്ട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് നോക്കിയാ മതിയേനി. ഞാൻ എന്നിട്ട് വലിയ കാര്യാക്കി കൊണ്ടടന്ന് ഇവിടെ അതച്ച പറ്റിയൊരു പറ്റ്. ഇതെന്തൊരു കഷ്ടാണിത്. ഈ വീട്ടിൽ നിന്ന് പോയാ മതിയെന്ന് എടുക്കുന്നില്ല. അന്നെ ഞാൻ നിലക്ക് നിർത്തി തരടി. എന്ത് സ്വഭാവമാണിത്? എത്ര മക്കളുണ്ട് കോളേജിക്കൊക്കെ പോണോര്? ഓലെ കന്നമാർക്ക് തമ്മാടിത്തരം കാട്ടി നടക്കണ്ട. എല്ലാരും ഇതിന് ഇന്നേ കാര്യം പറയാ. എത്താനാ ഇതിനെ കൊണ്ട് നീ കാട്ടണ്ടിയാ? കാര്യം എന്താ കാട്ടണ്ടെന്നാണ്. എന്തൊരു കഷ്ടാണിത്. തളക്കിനോട് വാതിലടിച്ച് പേടെ നിക്കടി. എടി മുത്തു എന്നോടാ വാതില് തുറക്കാൻ പറഞ്ഞത്. വാതില് തുറക്കേ എടി, വാതില് തുറക്കാനേ ഡി. എല്ലാത്തൊരു തെറ്റാലെന്നത്. വരുമ്പോട്ട് ഇറങ്ങിക്ക മനുഷ്യനെ മാനം കറുത്ത്. ഞാനപ്പോ വിളിച്ചണ സൈനബയാണല്ലോ. ഓളിഞ്ഞിപ്പത്തിനാ വിളിച്ചത്. ഹലോ. സൈനബ പറയടി. ഇത് ആരോട് പറയാൻ നിക്കണ്ട. എത്താനാ കാട്ട? ഈ പെണ്ണിപ്പൊ ഇങ്ങനെയൊക്കെ കാട്ടും വിചാരിച്ചോ? തന്നെ ഗ്രൂപ്പിലൊക്കെ വന്നിക്കണോ? ഞാൻ ഇവിടെ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക്. സീനബ അപ്പൊ വിളിച്ചത്. ഈ നാട്ടാരെ മൊത്തം അറിയിച്ചോ? അല്ലെങ്കിലും എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താല്? മാനം കെടുത്താനായിട്ട് ഇതെനിക്ക് പഠിച്ചാൻ തന്ന ശിഷ്യനെക്കാട്ട് ഓരോരുത്തരെ കുട്ടികളെ പറ്റിയിട്ട് ഞാൻ ഇല്ലാത്തതൊക്കെയാണ് പറയല്. പഠിച്ച എനിക്ക് എന്റെ കുട്ടിന്റെ ഉള്ളതെന്നെ കാണിച്ചു. ഞാരൊക്കെയാണ് വിളിച്ചാലും വരാനുള്ളത് ഇതിനെ പറ്റി പറയാ. ഞാൻ കാണിച്ചു കൊടുക്കാം. അവളെ കോളേജിൽ വേണ്ട, ഒരു പുറത്തും വേണ്ട. നീ കെട്ടിച്ചയക്കാനുള്ള പണിയൊക്കെ നീ എവിടുന്നൊരു നല്ല കല്യാണം കിട്ടുക? നാട്ടില് മൊത്തത് പാട്ടായില്. അറിയില്ലെന്തൊക്കെയാ കാട്ടണ്ടേന്ന് റബ്ബേ. വല്ലാത്തൊരു കഥയായി പോയത്.